സ്നേഹമുള്ളവരെ, ക്രിസ്തുമസിന്റെ ചരിത്രത്തെക്കുറിച്ച് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഏതാനും ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിലൊന്നാമത്തെ ചോദ്യമായിരുന്നു ഇതിന്റെ ഒരു മലയാളം പതിപ്പുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഈ ആരാധനക്രമ മത്സരത്തിൽ ക്രിസ്തുമസ് എങ്ങനെ ഡിസംബർ 25 വന്നു എന്നുള്ളതായിരുന്നു. ഇതിന് രണ്ടിനും മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛനാണ്. ആ രണ്ട് ചോദ്യങ്ങൾക്കും നമുക്ക് ജെയ്സൺ അച്ഛനിൽ നിന്ന് കേൾക്കാം. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമായിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്? നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഗ്രന്ഥത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണ്. എന്നാൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ യേശുവിൻ്റെ ശൈശവ ബാല്യകാല വിവരണങ്ങളിൽ ഒരിടത്തും ക്രിസ്തു ജനിച്ചത് ഇന്ന മാസമാണ്, ഇന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന വർഷമാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു പരാമർശങ്ങളും ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, സഭയുടെ ആരംഭകാലത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള തിരുനാളുകളോ ആഘോഷങ്ങളോ ഒന്നുമില്ല. ക്രൈസ്തവ സഭയുടെ ആരംഭത്തിൽ ഉള്ള ഏക ആഘോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരുനാൾ എന്ന് പറയുന്നത് ഈസ്റ്ററാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്നുള്ള ആ ഒരു പരമമായ സത്യത്തെ അടിസ്ഥാനമാക്കിയാണ് സഭയുടെ ആരാധനാക്രമ ജീവിതം അല്ലെങ്കിൽ ആരാധനാക്രമ വർഷം ക്രമീകരിക്കപ്പെട്ടിരുന്നത്. ആ ആരാധന മുഴുവനും ഈ ഒരു ഈസ്റ്റർ ഞായറിനെ ബന്ധിപ്പിച്ചാണ്. അതിൻ്റെ സൈക്കിളായിരുന്നു ഒരു വർഷം മുഴുവനും. അപ്പോൾ എങ്ങനെയാണ് പിന്നീട് ഈ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് വരുന്നത്? 4-ാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ മറ്റു തിരുനാളുകളുമൊക്കെ സഭയിൽ ആരംഭിക്കുന്നത്. ഈ തിരുനാളുകൾ സഭയിൽ ഉത്ഭവിക്കുവാനായിട്ട് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമുക്കറിയാം, 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 4-ാം നൂറ്റാണ്ടുകളിലാണ് സഭയിൽ ഏറ്റവും അധികം പാഷണ്ഡതകൾ, അബദ്ധ പ്രബോധനങ്ങൾ, ശീഷ്മകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ അബദ്ധ പ്രബോധനങ്ങളിൽ ധാരാളം വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ ഈ പാഷണ്ഡതകൾക്കെതിരെ ശക്തിയുക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും തിയോളജിക്കൽ തത്വങ്ങളൊക്കെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ തിരുനാൾ ആഘോഷങ്ങളും സഭയിൽ ജനിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. ഇങ്ങനെ ആരംഭിച്ച അനേക തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വരുന്ന ദൈവപുത്രന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ പ്രഘോഷിക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ്. അപ്പോൾ അങ്ങനെയാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പിന്നീട് AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് റോമ സാമ്രാജ്യത്തിലുടനീളം യേശുവിൻ്റെ ജന്മദിനം ഡിസംബർ 25 പ്രഖ്യാപിക്കുകയും ആ ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. പിന്നീട് പാപ്പ ലിബേരിയോസ് AD 354 പാശ്ചാത്യ സഭയിലും റോമിലും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. എങ്ങനെയാണ് പക്ഷേ ഈ ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമായിട്ട് മാറുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിൽ പല കാരണങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒരു കാരണമാണ് ക്രിസ്തു മതത്തിന് പേഗൻ മതങ്ങളുമായിട്ട് അല്ലെങ്കിൽ റോമിൽ പ്രബലമായിരുന്ന വിജാതീയ മതങ്ങളുമായിട്ടുള്ള ബന്ധവും അവരുടെ തിരുനാൾ ആഘോഷങ്ങളുടെ സ്വാധീനവും. അത്തരത്തിൽ നമ്മുടെ ക്രൈസ്തവ ആഘോഷങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു തിരുനാൾ റോമിലെ പ്രബലമായിരുന്ന സൂര്യദേവന്റെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. കാരണം പൗരാണിക മതങ്ങളിലെല്ലാം ഈ സൂര്യാരാധന വളരെ പ്രബലമായിരുന്നു. സൂര്യൻ ഒരു പ്രധാന ആരാധന മൂർത്തിയായിരുന്നു. കാരണം സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും മനുഷ്യൻ്റെയും ഒക്കെ നിലനിൽപ്പിന് അടിസ്ഥാനം അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സൂര്യപ്രകാശം. അപ്പോൾ ഈ സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്ന സൂര്യൻ അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ് ദൈവമായിട്ട് ജനങ്ങൾ കാണുകയും അതിനെ അങ്ങനെ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ 3-ാം നൂറ്റാണ്ടിൽ റോമിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂര്യനുമായി ബന്ധപ്പെട്ട തിരുനാളാണ് സൂര്യൻ്റെ ജന്മദിനം, അതായത് നതാലിസ് ഇൻവിക്ടി സോളിസ്, ദ ബർത്ത്ഡേ ഓഫ് ദ അൺകോൺകേർഡ് സൺ, അജയ്യനായ സൂര്യദേവന്റെ ജന്മദിനം. അപ്പോൾ ഈ ജന്മദിനത്തിൽ ഈ റോമിൽ ഇത് ആഘോഷിക്കുമ്പോൾ ജനങ്ങൾ ഒരാഴ്ച നീണ്ട അവധിയായിരുന്നു. അവർ വലിയ ആഘോഷങ്ങൾ ഏർപ്പെടുമായിരുന്നു, ആരാധനകൾ ഏർപ്പെടുമായിരുന്നു. അപ്പോൾ ഈ പേഗൻ ആരാധനകളിൽ നിന്ന് അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ നിന്ന് ക്രിസ്തു മതവിശ്വാസികളെ പിന്തിരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് വിജാതീയരായിട്ടുള്ള ആളുകളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് പാപ്പ ലിബേരിയോസ് AD 354 ഈ സൂര്യദേവന്റെ ജന്മദിനത്തെ നീതി സൂര്യനായ ക്രിസ്തുവിന്റെ ജന്മദിനമായിട്ട് അവതരിപ്പിക്കുകയും അന്ന് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് എല്ലാ വിശ്വാസികളോടും ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് മുതലാണ് AD 354 മുതലാണ് ക്രിസ്മസ് ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് നമ്മൾ സഭയിൽ ആഘോഷിക്കപ്പെടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സഭാപിതാക്കന്മാരെല്ലാം പിന്നീട് പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പുതിയ സൂര്യനായിട്ട്, നീതി സൂര്യനായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തെ അല്ലെങ്കിൽ മനുഷ്യാവതാരത്തെയൊക്കെ ഈ സൂര്യോദയത്തോടാണ്
താരതമ്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് അംബ്രോസ് പോലുള്ള സഭാപിതാക്കന്മാരൊക്കെ. അപ്പോൾ ഈ സഭാപിതാക്കന്മാരുടെ ഈ പ്രബോധനത്തിന്റെ വെളിച്ചത്തിൽ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷം വളരെ അർത്ഥവത്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജയ്സനജ, ചരിത്രപരമായിട്ട് നമുക്കങ്ങനെ ക്രിസ്തുമസിന്റെ പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഇന്ന് കാണുന്ന രീതിയിൽ ഡിസംബർ 25 നമ്മൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? ഡിസംബർ 25 യേശുവിന്റെ ജന്മദിനത്തെ നമുക്ക് വിശ്വാസവും പാരമ്പര്യവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ആദിമസഭയിൽ പ്രവാചകന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ഒക്കെ ജനനവും മരണവും വർഷത്തിലെ ഒരേ ദിവസം തന്നെ സംഭവിക്കുന്നു എന്നൊരു ചിന്ത വളരെ പ്രബലമായിരുന്നു. അതനുസരിച്ച് ഈശോയുടെ ജന്മദിവസത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഈശോയുടെ മരണം എന്ന് സംഭവിച്ചു എന്നതിനെ കൂടെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ മരണം എന്നാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ ശക്തമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ സുവിശേഷ വിവരണ പ്രകാരം യേശുവിന്റെ മരണം സംഭവിക്കുന്നത് നീസാൻ മാസം 14-ാം തീയതിയാണ്. അതായത് യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായ പെസഹ തിരുനാളിന്റെ തലേ ദിവസം, പെസഹ തിരുനാളിനുള്ള ഒരുക്കത്തിന്റെ ദിവസമാണ് ഈശോയുടെ കുരിശുമരണം സംഭവിക്കുന്നതെന്ന് സുവിശേഷത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം പെസഹായുടെ ദിവസം, അല്ലെങ്കിൽ പെസഹായുടെ ഒരുക്കത്തിന്റെ ദിവസം ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന പെസഹ കുഞ്ഞാടിന്റെ നിലവിളി മുഴങ്ങുന്ന അതേ സമയത്ത് തന്നെ കാൽവരിയിൽ ഉയർത്തപ്പെട്ട പുതിയ പെസഹ കുഞ്ഞാടായ മിശിഹായുടെ നിലവിളി ഉയർന്ന രീതിയിലാണ് യോഹന്നാൻ സുവിശേഷകൻ യേശുവിന്റെ കുരിശുമരണത്തെ അവതരിപ്പിക്കുന്നത്. അതോടെ തന്നെ നമ്മൾ സമവീക്ഷണ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ആ സുവിശേഷകന്മാരുടെ അഭിപ്രായത്തിൽ വിവരണ പ്രകാരം യേശുവിന്റെ മരണം സംഭവിക്കുന്നത് നീസാൻ മാസം 15-ാം തീയതിയാണ്. അപ്പോൾ ഈ ആനുപാതിക തീയതിയിൽ നിന്ന് ക്രിസ്തുവിന്റെ ജനനം എന്ന് സംഭവിച്ചു എന്നതിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. പിന്നീട് AD 200-കളിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ തെർത്തുല്യന്റെ അഭിപ്രായം അനുസരിച്ച് യേശുവിന്റെ കുരിശുമരണം സംഭവിച്ച ആ വർഷം നീസാൻ മാസം 14 എന്ന് പറയുന്നത് റോമൻ കലണ്ടർ അനുസരിച്ചുള്ള മാർച്ച് 25-ലാണ് സംഭവിക്കുന്നത്. ഈ മാർച്ച് 25-ആണ് പിന്നീട് മാതാവിനോടുള്ള മംഗളവാർത്ത തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ മംഗളവാർത്ത തിരുനാളിൻ്റെ അന്നാണ് മാതാവ് യേശുവിനെ ഗർഭം ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 2 ദിവസവും കൂടി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ മരണവും ഒരേ ദിവസം തന്നെ സംഭവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഈ മാർച്ച് 25-നോട് നമ്മൾ 9 മാസം കൂട്ടുമ്പോൾ, അതായത് ഗർഭകാലം കൂട്ടുമ്പോൾ, നമുക്ക് ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഡിസംബർ 25-ലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതേ കാര്യത്തെ, ഈ ക്രിസ്മസ് ആഘോഷത്തെ ഡിസംബർ 25-നെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ അതിന് നമുക്ക് വചനത്തിലും അതിനുള്ള അടിസ്ഥാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരിട്ടുള്ള സൂചനകളൊന്നും ഇല്ലെങ്കിലും അതിൽ ചില സൂചനകൾ നമുക്ക്, ചില താരതമ്യ പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭാപിതാക്കന്മാരായ വിശുദ്ധ അഗസ്തീനോസിന്റെയും വിശുദ്ധ ക്രിസോസ്റ്റത്തിന്റെയും ചില കണക്കൂട്ടലുകളെ ആധാരമാക്കിയാണ്, ഈ വചനത്തെ ആധാരമാക്കിയുള്ള അവരുടെ കണക്കൂട്ടലുകളിൽ നിന്നാണ് ഈ ഡിസംബർ 25-ലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കൃത്യമായ ദിവസത്തെക്കുറിച്ച്, മാസത്തെക്കുറിച്ച്, വർഷത്തെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങളൊന്നും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ ചില സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 വചനഭാഗങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ഡിസംബർ 25-ലേക്ക് യേശുവിൻ്റെ ജനനത്തെ കൊണ്ടുവരുന്നത്. അതിലൊന്നാമത്തെ വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 36-ാമത്തെ വാക്യം. അവിടെ ദൈവദൂതൻ മറിയത്തിന് മംഗളവാർത്ത നൽകുമ്പോൾ മറിയത്തോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. അപ്പം എലിസബത്ത് ഗർഭം ധരിച്ച് 6 മാസമാകുമ്പോഴാണ് മറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്നത്, മറിയം ദൈവപുത്രനെ ഗർഭം ധരിക്കുന്നത്. അപ്പോൾ എന്നാണ് ഈ 6-ാം മാസം, അല്ലെ എന്നാണ് എലിസബത്ത് ഗർഭം ധരിക്കുന്നത്? അത് നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്നാണ് സക്രിയ പുരോഹിതൻ ദേവാലയത്തിൽ പ്രവേശിച്ച് ധൂപാർച്ചന നടത്തിയത് നമ്മൾ കണ്ടെത്തണം. സക്രിയ പുരോഹിതൻ ദേവാലയത്തിൽ പ്രവേശിച്ചത് എന്നാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് മറ്റൊരു വചനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അത് പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലാണ് ഈ സക്രിയ പുരോഹിതൻ എന്നാണ് ധൂപാർച്ചനയ്ക്കായിട്ട് ദേവാലയത്തിൽ പ്രവേശിച്ചതെന്നതിനെ കുറിച്ച് സൂചന നമുക്ക് ലഭിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നതനുസരിച്ച് 7-ാം മാസം 10-ാം ദിവസം ആണ് സക്രിയ പുരോഹിതൻ ദേവാലയത്തിലേക്ക് ധൂപാർച്ചനയ്ക്കായിട്ട് പ്രവേശിക്കുന്നത്. ഈ 7-ാം മാസം 10-ാം ദിവസം എന്ന് പറയുന്നത് യഹൂദരുടെ ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. യോം കിപ്പൂർ എന്നുള്ള തിരുനാൾ, അല്ലെങ്കിൽ പാപപരിഹാര ദിനം. ഈ പാപപരിഹാര ദിനത്തിനാണ് പ്രധാന പുരോഹിതന്മാർ ആണ്ടിലൊരിക്കൽ പെസഹ കുഞ്ഞാടിന്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് പാപപരിഹാര ബലി അർപ്പിക്കുന്നത്. അപ്പം സക്രിയ ഒരിക്കലും പ്രധാന പുരോഹിതനല്ല, പക്ഷേ
ആ സക്രിയ പുരോഹിതന് ലഭിച്ച ആ ലോട്ട് അനുസരിച്ചാണ് ധൂപാർച്ചനയ്ക്കായിട്ട് പോകുന്നത്. ധൂപാർച്ചനയ്ക്കായിട്ട് ഈ സക്രിയ പുരോഹിതൻ പോകുന്നതും ഇതേ ദിവസമാണ്, ഈ പാപപരിഹാര ദിനത്തിലാണ്. പക്ഷെ അതിവിശുദ്ധ സ്ഥലത്തല്ല, വിശുദ്ധ സ്ഥലത്താണ്, ധൂപാർച്ചനയ്ക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നതും യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ യഹൂദരുടെ ഈ 7-ാം മാസം എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിൽ ഏതു മാസമാണ്? അത് സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. നമ്മുടെ ഈ ബൈബിളിന്റെ പിൻഭാഗത്ത് അതിന്റെ യഹൂദരുടെ 12 മാസങ്ങളെ കുറിച്ചുള്ള വിവരണം കൊടുക്കുന്നുണ്ട്. അപ്പം അവരുടെ വർഷം തുടങ്ങുന്നത് നീസാൻ മാസം കൊണ്ടാണ്. നീസാൻ മാസം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. അതുകൊണ്ടാണ് ഇവരുടെ 7-ാം മാസം നമ്മുടെ സെപ്റ്റംബർ മാസത്തിലേക്ക് വരുന്നത്. അപ്പം ഈ 7-ാം മാസം 10-ാം ദിവസം സക്രിയ പ്രവാചകന് അരുളപ്പാടുണ്ടായി യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച്. അതിനുശേഷം പുരോഹിത ശുശ്രൂഷ കഴിഞ്ഞ് സക്രിയ പുരോഹിതൻ വീട്ടിലേക്ക് എത്താൻ 2 അല്ലെങ്കിൽ 3 മാക്സിമം 7 ദിവസത്തിന് ശേഷം പുരോഹിതൻ വീട്ടിലേക്ക് എത്തുന്നു. എലിസബത്ത് ഗർഭവതിയാകുന്നു. അപ്പോൾ ഇങ്ങനെ മാക്സിമം സെപ്റ്റംബർ 25 എലിസബത്ത് ഗർഭവതിയായിട്ടുണ്ടാകും. അതിനോട് നമ്മൾ വീണ്ടും ഒരു 6 മാസം കൂട്ടുമ്പോൾ, അത് മറിയത്തിന് മംഗളവാർത്ത ലഭിക്കുമ്പോൾ 6 മാസമാണ്. അപ്പോൾ സെപ്റ്റംബർ 25 തൊട്ട് 6 മാസം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ മാർച്ച് 25 എത്തും. മാർച്ച് 25 മംഗളവാർത്ത മാതാവിന് ലഭിക്കുന്നതും മറിയം ദൈവപുത്രനെ ഗർഭം ധരിക്കുന്നതും. പിന്നീട് നമ്മൾ ഈ മാർച്ച് 25 9 മാസം കണക്ക് കൂട്ടുമ്പോൾ ഡിസംബർ 25 നമ്മൾ എത്തുന്നു. അപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന്, നമ്മുടെ വിശ്വാസത്തിന് ബൈബിളിൽ തന്നെ വ്യക്തമായിട്ടുള്ള സൂചനകളും തെളിവുകളും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസവും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ആഘോഷത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളും കൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. കാരണം നമ്മുടെ വിശ്വാസം എപ്പോഴും ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. അതിൽ നമുക്ക് ഒരു തരത്തിലും ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത്രയും ആഴമേറിയ അടിസ്ഥാനത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് സഭ ഡിസംബർ 25 നമ്മുടെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഇത്രയും വലിയ അറിവുകൾ നമുക്ക് പകർന്നു നൽകിയ ജെയ്സൺ അച്ഛന് ഒരുപാട് നന്ദി. നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും കമന്റ് ബോക്സിൽ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതിനുള്ള മറുപടിയുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്തുമസ് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.